Hi students, welcome to my class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചു അല്ലേ? ഈ ക്ലാസ്സിൽ സ്ക്വയറിൻ്റെ ഷോർട്ട് ട്രിക്സ് ആണ് പഠിക്കുന്നത്. രണ്ട് സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്താണ് രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ഷോർട്ട് ട്രിക്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് അതിനുശേഷം നമ്മൾ തുടർന്ന് ചാപ്റ്ററിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. 31ൻ്റെ സ്ക്വയർ റൂട്ട്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 31 × 31 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടെത്താം. അപ്പോൾ ഇതിനൊരു എളുപ്പ മാർഗ്ഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. സ്പീഡിൽ പറഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെക്കുക. 31 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയാണ് ആദ്യം കാണുന്നത്. ഇതുപോലെ നമുക്ക് 3 ഡിജിറ്റും കാണാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ 2 ഡിജിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇതുപോലെ എഴുതുക. എന്നിട്ട് ഈ 1ൻ്റെ സ്ക്വയർ കാണാം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ? ഇനി 1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 3. അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇതിലാകെ നമുക്ക് അറിയേണ്ടേ ഉള്ളൂ. ഇരട്ടി എടുക്കാം. സ്പീഡായിട്ട് ഇരട്ടി എടുക്കാൻ നിങ്ങളൊന്ന് പഠിക്കണം. അത് ചെറിയ സംഖ്യയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. വലിയ സംഖ്യകളാവുമ്പോൾ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഇത് എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. 3 × 1 3. 3ൻ്റെ സ്ക്വയർ 6. ഇനി 3ൻ്റെ സ്ക്വയർ കാണാം. ഇതാണ് ആൻസർ. എന്തൊക്കെ ചെയ്ത്? 1ൻ്റെ സ്ക്വയർ എടുത്തു. 1 × 3 ചെയ്തു 6. 3ൻ്റെ സ്ക്വയർ 9. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. 42ൻ്റെ സ്ക്വയർ. ഇതേപോലെ 4ഉം 2ഉം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2ൻ്റെ സ്ക്വയർ 4. 2 × 4 8. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നേരത്തെ ചെയ്ത പോലെയല്ല. 16ൽ 6 മാത്രം എഴുതുക. 1 അവിടെ റിമൈൻ. ബാക്കി അവിടെ വെക്കുക 1. പിന്നെ ഈ 4ൻ്റെ സ്ക്വയർ എടുക്കുക. 4ൻ്റെ സ്ക്വയർ എത്ര? 16. 16 1ഉം 17. ഇതാണ് ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം. 54ൻ്റെ സ്ക്വയർ 5. 4 ഇതുപോലെ ഇട്ട് വെക്കുക. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അതിൽ 6 മാത്രം എഴുതുക. ഇനി 4 × 5 20. 20ൻ്റെ ഇരട്ടി 40. 40 കൂടി 1 ആഡ് ചെയ്യുമ്പോൾ 41. അതിൽ ആ 1 മാത്രം എഴുതുക. 4 ഇവിടെ ബാക്കി. ഇനി 5ൻ്റെ സ്ക്വയർ 25. 25 4 29. ഇതാണ് ആൻസർ. അതുപോലെ നിങ്ങൾക്ക് ഇനി 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സ്വയം ചെയ്ത് നോക്കൂ. 78ൻ്റെ സ്ക്വയർ, അതേപോലെ 63ൻ്റെ സ്ക്വയർ നിങ്ങൾ കണ്ടിട്ട് ഏറ്റവും പെട്ടെന്ന് കണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് വെക്കുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സർക്കിളായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. സർക്കിളിൻ്റെ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ചെയ്യാൻ? 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ഇതിൽ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ഇവിടെ പിക്ചറും തന്നിട്ടുണ്ട്. ഒരു റോംബസിൻ്റെ സൈഡുകൾ ഡയമീറ്ററായി വരുന്ന രീതിയിൽ 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിൽ ഒരു റോംബസ് കാണുന്നില്ലേ? എന്താണ് റോംബസ്? ആൾ സൈഡ്സ് ആർ ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? റോംബസ് ആയിരിക്കും
റോംബസ് ആണ്. ഈ റോംബസിൻ്റെ സൈഡ് ഡയമീറ്ററായി വരുന്ന രീതിയിൽ 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ 4 സർക്കിളും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടില്ല. ഏത് ക്വാഡ്രിലാറ്ററിനും ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്? ഇതുപോലെ ഈ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററിൻ്റെ സൈഡുകൾ ഡയമീറ്ററായി വരുന്ന രീതിയിൽ 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് കണ്ടെത്തണം. അപ്പോൾ ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തത് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഈ റോംബസിൻ്റെ ABCD എന്ന റോംബസിൻ്റെ സൈഡുകൾ ഡയമീറ്ററായി വരുന്ന രീതിയിൽ 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളുകൾ ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ലൈൻ കൊടുത്തിട്ട് ഡോട്ടഡ് ലൈൻ ഞാൻ വരച്ച് ചേർത്തതാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വരച്ച് ചേർത്തത്. എന്താണ്? ഡ്രോ ദ പെർപെൻഡിക്കുലർ AP ടു BC. സോറി, നമ്മൾ ഏതാണ് പിക്ചർ ABCD എന്ന ഈ റോംബസിൻ്റെ AC എന്ന ഈ 2 പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ആ എയും സിയും കൂട്ടി യോജിപ്പിച്ച് വരച്ചപ്പോൾ ഈ ABCD എന്ന റോംബസ് 2 ഐസോസിലസ് ട്രയാങ്കിൾസ് ആയി മാറി. ഇല്ലേ? ഏതൊക്കെയാണ് ആ ട്രയാങ്കിൾ? നോക്കൂ, ഈ ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂട്ടി യോജിപ്പിച്ച് വരച്ചപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ കാണുന്നില്ലേ? ഏതൊക്കെയാണ്? ABC എന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC. ഇത് 2 ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. 2ന്റെയും ബേസ് എന്താണ്? ഒരേ ബേസ് ആണ്, AC എന്ന ഈ ബേസ്. കൂടാതെ Bയിൽ നിന്ന് Dയിലേക്ക് നമ്മൾ ACക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ACക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ് ഈ വരച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻ. ഇത് ഏതിലൂടെ പാസ് ചെയ്യുന്നു? E എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ഇല്ലേ? കാണുന്നില്ലേ നിങ്ങൾക്ക്? പിക്ചർ ക്ലിയർ ആയില്ലേ? ശരിക്കും നോക്കുക. ഇതിൽ പ്രധാനം ഈ പിക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 2 ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ഇതിൻ്റെ ആംഗിളിൻ്റെ DC എന്ന ഈ ട്രയാങ്കിളും ABC എന്ന ട്രയാങ്കിളും കൂടാതെ ACക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് Eയിലൂടെ BD എന്നൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ആംഗിൾ ഒന്ന് നോക്കൂ. AEB അല്ലെങ്കിൽ BEA എന്ന ആംഗിൾ AEB എത്രയാണ്? ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് അല്ലേ? 90 ഡിഗ്രി. അതേപോലെ ആംഗിൾ BEC എത്ര വരും? 90 ഡിഗ്രി അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കൂ. സിമിലർലി ഇതേപോലെ ആംഗിൾ AED 90 ഡിഗ്രി വരും. ആംഗിൾ CED അതും 90 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ ഈ പിക്ചറിലേക്കൊന്ന് നോക്കൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഓരോ സർക്കിളിൻ്റെയും ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ്. ഇപ്പോൾ BC എന്ന ഡയമീറ്റർ, ഈ സർക്കിൾ എടുക്കുമ്പോൾ BC എന്ന ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ് BE EC എന്ന ഈ ലൈനുകൾ കൂട്ടി മുട്ടുന്നത് എവിടെയാണ്? സർക്കിളിലാണ്. ഈ ആംഗിളാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ 90 ഡിഗ്രി എന്ന് കിട്ടിയത്. ഇതേപോലെ ഈ സർക്കിളിലെ AB എന്ന ഡയമീറ്ററിൻ്റെ എൻ പോയിന്റുകളും ഇതേ പോയിന്റിലാണ്. ഇത് നമുക്ക് 90 എന്ന് കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ ഇവിടെയും ഇത് 90 ഡിഗ്രി എന്ന് കിട്ടും, 90 ഡിഗ്രി എന്ന്. ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്? ഇ എന്ന പോയിന്റിലൂടെയാണ് അല്ലേ? ഈ ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. കൂടാതെ ഇത് റോംബസ് ആണ്. റോംബസിന്റെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഇതൊരു കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ ഇതെല്ലാം പാസ് ചെയ്യുന്നത് ഏത് പോയിന്റിലൂടെ എന്ന് കിട്ടി? ഇ എന്ന്. സി ഡി ആൻഡ് ബി സി വിൽ പാസ് ത്രൂ എ ഡി, എ ബി, സി ഡി ആൻഡ് ബി സി വിൽ പാസ് ത്രൂ ഇ. ഇതല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്? ഇ എന്ന പോയിന്റിലൂടെയാണ് എ ഡി എന്ന സർക്കിൾ ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളും ഡി സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളും ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളും എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളുകളും എല്ലാം പാസ് ചെയ്യുന്നത് ഇ എന്ന പോയിന്റിലൂടെ. അത് തന്നെയല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? ഈ റോംബസിന്റെ സൈഡുകൾ ഡയമീറ്ററായി വരുന്ന സർക്കിളുകളെല്ലാം ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ആയി കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഇതും. നമുക്കിതേപോലെ നേരത്തെ ചെയ്ത അതുപോലെ ഇത് കൂട്ടി പിയും ആറും ഇവിടെ പി ക്യു ആർ എസ് എന്ന റോംബ് കോർഡിലേറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇതുപോലെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ചെയ്ത അതേപോലെ കണ്ടെത്താൻ കഴിയും ഇല്ലേ? ഇവിടെ പി ക്യു ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിൾ പാസ് ചെയ്യുന്ന ടി എന്ന പോയിന്റിലൂടെയാണ് ക്യു ആർ ഡയമീറ്റർ ആയി വരുന്ന സർക്കിളും ടിയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആർ എസ് അല്ലെങ്കിൽ എസ് ആർ ഡയമീറ്റർ ആയി വരുന്ന സർക്കിളും ടിയിലൂടെ പാസ് ചെയ്യുന്നു. പി എസ് ഡയമീറ്റർ ആയി വരുന്ന സർക്കിളും ടിയിലൂടെ തന്നെ പാസ് ചെയ്യുന്നു. സെയിം മെത്തേഡ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടില്ല. കോർഡിലേറ്ററിന്റെ കോർഡിലേറ്ററുകളുടെ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവയെല്ലാം ഒരേ കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യും. ആ പോയിന്റിൽ പറയുന്ന ഇവിടെ നമ്മൾ ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാലോ. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? A triangle is drawn by joining a point on a semicircle to the end of the diameter. The semicircles are drawn with the other two sides as diameter. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. A triangle is drawn by joining a point on a semicircle. ഒരു സെമിസർക്കിളിന്റെ ഡയമീറ്റർ ജോയിൻ ചെയ്യുന്ന ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. സെമിസർക്കിൾ ഇവിടെ എന്താ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ a triangle is drawn by joining a point on a semicircle to the end of the diameter. Then semicircles are drawn with other two sides as diameter. ഈ സെമിസർക്കിളിന്റെ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് സൈഡുകൾ ഡയമീറ്റർ ആയിട്ട് മറ്റ് രണ്ട് സെമിസർക്കിളുകൾ വരച്ചിരിക്കുന്നു. Prove that the sum of the areas of the blue and red crescents. Sum of the area of the blue and red crescent. ഇവിടെ കാണുന്നില്ല നിങ്ങൾക്ക്? ബ്ലൂവിലും റെഡിലും റെഡ് ക്രസൻസ്. ഇതെന്താണ്? ചന്ദ്രക്കല പോലെയുള്ള ഈ ഭാഗത്തിന്റെ ഏരിയ രണ്ടിന്റെയും ഏരിയയുടെ സമ്മ് എന്തിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം.
ഈ ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. നമുക്ക് ഈ റെഡ് ക്രസൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്ലൂ ക്രസൻറ്റിൻ്റെ ഏരിയ കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ക്രസൻറ്റിൻ്റെ ഏരിയ നമുക്ക് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടൂടെ? ഇവിടെ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ABC എന്ന് പേര് കൊടുത്താൽ AC ഡയമീറ്ററായി വരുന്ന ഈ സെമി സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കാണാം. അതേപോലെ BC ഡയമീറ്ററായി വരുന്ന ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കാണാം. ഇല്ലേ? അവ രണ്ടും ആഡ് ചെയ്യാം. കൂടാതെ AB ഡയമീറ്ററായി വരുന്ന ഈ സെമി സർക്കിളിൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കാണാൻ കഴിയും. ഇല്ലേ? ഇപ്പോൾ ഇതിൽ രണ്ടിലും ഉൾപ്പെടുന്നതാണ് ഇത്രയും സൈഡും ഈ സൈഡും. ഈ ട്രയാങ്കിളിന് ഇത് മാറ്റി നിർത്തിയാൽ ഇതിൽ രണ്ടിലും വരും. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയയുടെ സമ്മാണ് ഈ ട്രയാങ്കിൾ ABC-യുടെ ഏരിയ എന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് AB ആസ് ഡയമീറ്റർ. area of the semicircle with AB as diameter. AB diameter ആയി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ. ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടെത്തുക? ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ ½ × π × r². അല്ലേ? ½ × π × r², ½ πr². r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഇവിടെ നമുക്ക് റേഡിയസ് അറിയില്ല, പക്ഷെ എന്തറിയാം? ഡയമീറ്റർ അറിയാലോ. അപ്പോൾ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് AB ആസ് ദ ഡയമീറ്റർ. AB ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ½ × π × r-ന് പകരം എന്ത് എഴുതാം? AB ഡയമീറ്റർ ആണെങ്കിൽ ABയുടെ പകുതി ആയിരിക്കില്ലേ r? അല്ലേ? AB/2² എന്നെഴുതാലോ. ഇതേപോലെ നമുക്ക് എന്തെഴുതാം? ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് AC ആസ് ഡയമീറ്റർ. AC ഡയമീറ്ററായി വരുന്ന AC ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ കാണാം. അല്ലേ? ഇതേപോലെ എന്തെഴുതാം? ½ × π × ABക്ക് പകരം എന്തെഴുതാം? AC-യുടെ പകുതി. ഇതിൻ്റെ റേഡിയസ് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണല്ലോ. AC/2². അടുത്തതോ ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് BC. ഇനി BC ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ. BC ആസ് ഡയമീറ്റർ എന്ത് വരും? ½ × π × BC/2² അല്ലേ? എന്തൊക്കെയാണ് ചെയ്തത്? AB ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ ½ × π × AB². AC ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ ½ × π × AC/2². ഇനി അടുത്തത് BC ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ ½ × π × BC/2². നമുക്ക് കാണേണ്ട എന്താണ്? ഇത് രണ്ടിൻ്റെയും കൂടി കൂടിയ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നൗ ½ ഇവിടെ AC ഡയമീറ്ററായി വരുന്നത് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻറ്റിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ AC ഡയമീറ്ററായി വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ ആയ ½ × π × AC²/2 പ്ലസ് ഇനി ഈ റെഡ് ക്രസൻറ്റിൻ്റെ ഇതിലാണ് വരുന്നത് BC
ഡയമീറ്റർ ആയി വരുന്ന സെമി സർക്കിൾ അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു BC/2 സ്ക്വയർ. ഇതെന്തിന് തുല്യമാണെന്ന് തെളിയിക്കണം? ഇതിന് തുല്യമാണെന്ന് തെളിയിക്കണം. ഈക്വൽ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു, ഇനി നമുക്ക് AC² അതുപോലെ എഴുതാം. AC²/4 എന്ന് എഴുതാലോ. 2ന്റെ സ്ക്വയർ 4 പ്ലസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു BC²/4. ഇതിൽ രണ്ടിലും ഹാഫ് പൈ പൊതുവായിട്ടുണ്ട്, അപ്പോൾ അതിന് പുറത്തേക്ക് എടുക്കാം. 1/2 ഇൻറ്റു പൈ AC² പ്ലസ് BC² ഡിവൈഡഡ് ബൈ 4 എഴുതിക്കൂടെ? ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1/2 പൈ AC². നിങ്ങൾ പിക്ചറിലേക്ക് നോക്കൂ. AC² പ്ലസ് BC² ആണ്. AC² പ്ലസ് BC² എന്തായിരിക്കും? AB² ആയിരിക്കും അല്ലേ? ഇതെന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലേ? പൈതഗോറസ് തിയറം അനുസരിച്ച് AC² പ്ലസ് BC² എന്തായിരിക്കും? AB². ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു AB²/4. ഇതല്ലേ നമുക്ക് കാണേണ്ടത്? ഈ ട്രയാംഗിളിൻ്റെ ഏരിയ അല്ലേ കാണേണ്ടത്? മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കണം. ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് ഈ ഒരു പോർഷൻ, ഈ ഒരു ഏരിയ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് പുതിയൊരു ഏരിയയിലേക്കാണ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.